ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് സിയോനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിന്നെ സൃഷ്ടിച്ചവൻ തന്നെയാണ് നിന്റെ ഭർത്താവായി തീർന്നിരിക്കുന്നത്. അവിടുത്തെ നാമം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ്. ഇസ്രായേലിലെ പരിശുദ്ധനാകുന്നു നിന്റെ രക്ഷകൻ. അഖില ലോകത്തിലെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തയും സന്തപ്ത ഹൃദയവുമായ സ്ത്രീയെ എന്ന പോലെ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയോടെന്ന പോലെ നിന്റെ ദൈവം നിന്നോട് അരുളി ചെയ്യുന്നു: അല്പനേരത്തേക്ക് മാത്രമാണ് നിന്നെ ഞാൻ ഉപേക്ഷിച്ചത്. മഹാകാരുണ്യത്തോടെ ഞാൻ നിന്നെ വീണ്ടെടുക്കും. കോപാധിക്യത്താൽ ഞാൻ എൻ്റെ മുഖം ക്ഷണനേരത്തേക്ക് നിന്നിൽ നിന്ന് മറച്ചു. സനാതനമായ കാരുണ്യത്തോടെ ഞാൻ നിന്നോട് കൃപ ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് എനിക്ക് നോഹിൻ്റെ കാലം പോലെയാണ്. ഇനി ഒരിക്കലും നോഹിൻ്റെ കാലത്തെ പോലെ വെള്ളം ഭൂമിയിൽ വരുത്തുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ ഞാൻ സത്യം ചെയ്തു പറയുന്നു: മേലിൽ നിന്നോട് കോപിക്കുകയില്ലെന്നും നിന്നെ ശാസിക്കുകയില്ലെന്നും. മലകൾ ഇളകിയാലും കുന്നുകൾ ചലിച്ചാലും എൻ്റെ കാരുണ്യം നിന്നിൽ നിന്ന് വിട്ടുമാറുകയോ എൻ്റെ സമാധാനത്തിൻ്റെ ഉടമ്പടിക്ക് ഇളക്കമുണ്ടാകുകയോ ഇല്ല. ആശ്വാസമെന്നീ കൊടുങ്കാറ്റ് തടയുന്ന പാവപ്പെട്ടവരെ നിന്റെ തറയിൽ ഞാൻ അഞ്ജനം വിരിക്കും. നീലക്കല്ലുകൊണ്ടായിരിക്കും ഞാൻ അതിന് അടിസ്ഥാനമിടുക. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അതിരുകളെല്ലാം മനോഹരങ്ങളായ കല്ലുകൾ കൊണ്ടും നിർമ്മിക്കും. കർത്താവ് നിന്റെ മക്കളെയെല്ലാം പഠിപ്പിക്കും. നിന്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. നീ നീതിയിൽ സുസ്ഥാപിതയാകും. ഒന്നും ഭയപ്പെടാനില്ലാത്തതിനാൽ മർദ്ദന ഭയത്തിൽ നിന്ന് നീ അകന്നിരിക്കുക. ഭീഷണി ഒന്നുമില്ലാത്തതിനാൽ പരിഭ്രമിക്കാതിരിക്കുക. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങേ ഞാൻ സ്തുതിക്കും, എന്തെന്നാൽ അങ്ങെന്നെ സമുദ്ധരിച്ചിരിക്കുന്നു. കർത്താവെ, അങ്ങേ ഞാൻ സ്തുതിക്കും, എന്തെന്നാൽ അങ്ങ് എന്നെ സമുദ്ധരിച്ചിരിക്കുന്നു. കർത്താവെ, അങ്ങേ ഞാൻ സ്തുതിക്കും, എന്തെന്നാൽ അങ്ങ് എന്നെ സമുദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെ പ്രതി ആനന്ദിക്കുവാൻ അങ്ങ് ഇടയാക്കിയില്ല. കർത്താവെ, പാതാളത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ അങ്ങ് സമാനയിച്ചു. കുഴിയിൽ പോകുന്നവരിൽ നിന്ന് അങ്ങ് സംരക്ഷിച്ചു. കർത്താവെ, അങ്ങേ ഞാൻ സ്തുതിക്കും, എന്തെന്നാൽ അങ്ങ് എന്നെ സമുദ്ധരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തേക്ക് സ്തുതി പാടുവേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന് സ്തോത്രം ചെയ്യുവേ. അവിടുത്തെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവിടുത്തെ പ്രസാദം ആജീവനാന്തമത്രേ. കർത്താവെ, അങ്ങേ ഞാൻ സ്തുതിക്കും, എന്തെന്നാൽ അങ്ങ് എന്നെ സമുദ്ധരിച്ചിരിക്കുന്നു. കർത്താവെ, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങ് എൻ്റെ സഹായകനായിരിക്കണമേ. എൻ്റെ വിലാപം അങ്ങ് വൃത്തമായി പകർത്തി. എൻ്റെ ദൈവമായ കർത്താവെ, അനവരതം ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. കർത്താവെ, അങ്ങേ ഞാൻ സ്തുതിക്കും, എന്തെന്നാൽ